ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇന്നെല്ലാവരും കൊല്ലൂർ മൂകാംബിക ടെമ്പിൾക്ക് പോകുന്നുണ്ട്. ഹോപ്പ് വി വിൽ ഓൾ എൻജോയ് ദിസ് ട്രിപ്പ്. ನಿನ್ನಗದೆ ಒಂದೊಂದು ಸಾಲು ಜೀವಿಸಿದೆ ನನ್ನ ಜೊತೆ ನನ್ನ ಕತೆ ಬೇರೊಂದು ಲೋಕ ಸೃಷ್ಟಿಸಿದೆ ಎಂದು ಹೇಗೆ ಆಗಿಲ್ಲ ಏನು ಇದರ ಸೂಚನೆ ನೂರು ವಿಷಯ ಇದ್ದರೂ ನಿನ್ನದೊಂದೇ ಯೋಚನೆ ಇಬ್ಬರಲ್ಲ ಒಬ್ಬರೀಗ ನಾನೆಂದು ನಿನ ಕಲ್ಪನೆ. സൂപ്പർ കൈയടി കൈയടി എല്ലാവരും. അങ്ങനെ എല്ലാവരും പാട്ട് പാടി കുറേ സംസാരിച്ചു. അപ്പളപ്പുറത്ത് വ്യൂ കണ്ടേ ഗൈസ്. ഏത് വൈബാ? മഴ, നേച്ചർ, സോങ്, ഫീൽസ് ലൈക്ക് ഹെവൻ അല്ലേ? എല്ലാവരും ഈ വൈബ് അതിൻ്റെ മഴ എല്ലാം എൻജോയ് ആക്കിക്കൊണ്ട് അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്മായിൻ്റെ കട എത്തി. സോ ഇവിടെ കയറിയിട്ട് പോവാം. നമ്മുടെ അമ്മായിൻ്റെ കടയ്ക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ എല്ലാവരും ഹോട്ടലിൽ കയറി സംസാരിച്ചു, ചായ കുടിച്ചു. ഇപ്പം ഇറങ്ങുവാ. ಈ ಸುಂದರ ಬೆಳದಿಂಗಳ ಈ ತಂಪಿನ ಅಂಗಳದಲ್ಲಿ ನನ್ನ ನಿನ್ನ ನಡುವಿನಲ್ಲಿ. ಈ ಸುಂದರ ಬೆಳದಿಂಗಳ ಈ ತಂಪಿನ ಅಂಗಳದಲ್ಲಿ ಹೃದಯದ ತಾಳದಲ್ಲಿ ಮೌನವೇ ರಾಗವು ಉಸಿರೇ ಭಾವವು ನಿನ್ನ ಈ ನಗೆಯ ಸವಿಶ್ರುತಿಯಲ್ಲಿಯೋ. ಈ ಸುಂದರ ಬೆಳದಿಂಗಳ ಈ ತಂಪಿನ ಅಂಗಳದಲ್ಲಿ ನನ್ನ ನಿನ್ನ ನಡುವಿನಲ್ಲಿ. ഹലോ എണിക്കോ എണിച്ചോ. എല്ലാവരും കടക്കുമായിരുന്നു. എല്ലാവരും എണിപ്പിച്ചു ആൻറ്റി സുള്ളിയ റീച്ചായപ്പോൾ. സോ ഉച്ച ആയിട്ടുണ്ടായി. അങ്ങനെ ഹോട്ടൽ തരുക. ഹോട്ടൽ നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. സുല്ലെത്തി കേട്ടോ. ചോറ് വേണമെങ്കിൽ വേഗം പറഞ്ഞോളൂ. ചോറ് വേണോ? ചിക്കുന് വിശക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ പുത്തൂരിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചു. ഫുൾ ട്രാഫിക് ആയിരുന്നു, മഴ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതെല്ലാം മറന്നു, എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഇപ്പോൾ ഞങ്ങൾ മാംഗ്ലൂർ റീച്ചായി. വൈബെല്ലാം പൊളിയായിട്ടുണ്ടായി. പക്ഷേ മഴ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ക്യാപ്ചർ ആക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ക്യാപ്ചർ ആക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടതാണ് ആ വിൻഡോന്ന് ഈ വിൻഡോക്ക്. പക്ഷേ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല. അങ്ങനെ ഫുൾ മഴ ഫ്രണ്ട്സ്. ബട്ട് വൈബ് പൊളിയായിട്ടുണ്ടായി. ഐ കുഡൻറ്റ് സ്റ്റോപ്പ് മെൻഷനിങ് ദറ്റ്. ഫൈനലി ഞങ്ങൾ കൊല്ലൂർ റീച്ചായി ഗൈസ്. അറൗണ്ട് 6 to 6:30 ആയി റീച്ച് ആകുമ്പോൾ. ഇപ്പം നിങ്ങൾ കാണുന്നത് ട്രാഫിക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് സ്റ്റേ ആവേണ്ടതെന്ന് റൂം തരുക. സോ അമ്പലത്തിൻ്റെ സറൗണ്ടിങ്ങിൽ അടുത്തായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും പറഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ തിരച്ചിലാണ്. പപ്പയും അപ്പനും ഇപ്പോൾ റൂം എവിടെയാണെന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കുയുടെ ഓവർ എക്സ്പ്രഷൻ ഇടുകയാണ് ഗൈസ്. എക്സ്പ്രഷൻ ക്വീൻ. മാങ്ങ ചോദിക്കുക. മാങ്ങ വേണമ്മ? മേനോ? അങ്ങനെ കുറേ തിരച്ചിലെല്ലാം കഴിഞ്ഞ് കുറേ റൂംസ് എല്ലാം ചോദിച്ചിട്ട് ഫൈനലി ഞങ്ങൾക്ക് റൂം കിട്ടി ഗൈസ്. മഴ നോൺ സ്റ്റോപ്പ് ആയിരുന്നു. അവിടെ എക്വേറിയം എല്ലാം ഉണ്ടായി. ഇവിടെ ചിക്കും പൊന്നും അതിനെ നോക്കിക്കൊണ്ട് കുറേ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ. ഇപ്പം നിങ്ങൾ കാണുന്ന തിരക്ക് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ആക്കുന്നതാണ്.
അങ്ങനെ ലിഫ്റ്റ് ഓപ്പണായി, എല്ലാവരും ലിഫ്റ്റിൽ കയറി. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഡിസ്കഷൻ, സ്ലിപ്പർ എവിടെ വെക്കണം എന്നുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിട്ടുള്ളത്. റൂമെല്ലാം ഓക്കെ ആയിരുന്നു. ഇറ്റ് വാസ് ഓവറോൾ ഗുഡ്, എല്ലാം നല്ല ഉണ്ടായി. ഇനി പോയിട്ട് എല്ലാവരും ഫ്രഷപ്പായി കുളിച്ചിട്ട് വേണം അമ്പലത്തേക്ക് പോകാൻ. അപ്പോൾ എല്ലാവരും തിരക്കൂട്ടിക്കൊണ്ട് ഇവർ അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ആക്കിക്കൊണ്ട് ഓവർ എക്സ്പ്രഷൻ ഇട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഫ്രഷപ്പായി കുളിച്ചു റെഡിയായി അമ്പലത്തേക്ക് ഇറങ്ങി. എല്ലാവരും ഫുൾ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂം 2nd ഫ്ലോർ ആയിരുന്നു. സോ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എല്ലാവരും വന്നു. ഇപ്പോൾ അമ്പലത്തേക്ക് പോവുക. എല്ലാവരുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഗൈസ്. ഈ എക്സ്പ്രഷൻ എല്ലാം കണ്ട് ആരും പേടിക്കണ്ട. പുറത്ത് നല്ല മഴയാണ്. സോ മഴയത്ത് എങ്ങനെയാണ് പോണേ പറഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടുള്ളത്. അങ്ങനെ അമ്പലത്തിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ പാലം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല റഷ് ഉണ്ടായി ഗൈസ്, ഫുൾ റഷ് ഉണ്ടായി. അമ്പലത്തിലൊന്നും വീഡിയോ എടുക്കാനൊന്നും അലൗഡ് അല്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടുള്ളത്. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ഫുഡെല്ലാം കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇറങ്ങി. അവിടെ അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ കുറേ ഷോപ്സ് എല്ലാം ഉണ്ട്. സോ അവിടെ കുറച്ച് പർച്ചേസ് ആക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരോ സ്ഥലത്ത് ഓരോന്ന് എന്തെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് നോക്കാനാന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് ഞങ്ങൾ കുറേ ബാൻഡ്, ക്ലിപ്സ്, ചെയിൻ അങ്ങനെയെല്ലാം മേടിച്ചു. പിന്നെ എല്ലാവരും റൂമിലേക്ക് പോയി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും സമയം ഉണ്ടായിട്ടില്ല. എല്ലാവരും ടയേർഡായിരുന്നു. പോയത് ഡ്രസ്സ് ചേഞ്ച് ആക്കി എല്ലാവരും കടന്നു. പിന്നെ പിറ്റേ ദിവസമാണ് വീഡിയോ എടുത്തത്. ഇന്ന് ഡേ 2, സമയം 5:30 ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ മൂകാംബിക ടെമ്പിൾക്ക് തൊഴാൻ പോകുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്തെല്ലാം മുന്നോട്ടുള്ള അപ്ഡേറ്റ്സിൽ കാണാം. പോവാം. അങ്ങനെ രാവിലെ നേരത്തെ എണിച്ചു, കുളിച്ചു, റെഡിയായി എല്ലാവരും അമ്പലത്തിൽ പോകാൻ നിൽക്കുന്നുണ്ട്. ഇന്നും ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഇന്നത്തെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബിലോ ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിൽ വന്നു. ദർശനമെല്ലാം കഴിഞ്ഞു. ദർശനം നല്ലോണം കിട്ടി. ഞങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റി, നല്ലോണം പ്രാർത്ഥിക്കാൻ പറ്റി. രാത്രിത്തെ അത്ര റഷൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞങ്ങൾ വേഗം പോയതുകൊണ്ട് ഞങ്ങൾക്ക് ദർശനം വേഗം കിട്ടി. അതെല്ലാം കഴിഞ്ഞു. ഞങ്ങളവിടെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു, കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു. പ്രസാദം എല്ലാം മേടിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിലേക്ക് കയറി. ഹോട്ടൽ നല്ല തിരക്കുണ്ടായി ഗൈസ്. സോ ഞങ്ങൾക്ക് അവിടെ പ്ലേസ് ഒന്നും ഉണ്ടായിട്ടില്ല. കുറേ വെയിറ്റ് ആക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു പ്ലേസ് കിട്ടിയത് തന്നെ. എന്നിട്ട് എല്ലാവരും ഇരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ടായ ഞങ്ങളുടെ ഫുഡ് വന്നു. ഞങ്ങളെല്ലാം മസാല ദോശയായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. സോ ഞങ്ങൾക്കെല്ലാം വേഗം കിട്ടി. ആപ്പനും ചിക്കുവും പുട്ടായിരുന്നു പറഞ്ഞത്. ആപ്പനക്ക് കിട്ടി, പക്ഷേങ്കിൽ ചിക്കുവിന് പുട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതിനാണ് അവൾ അങ്ങനെ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടുള്ളത്. അങ്ങനെ ചിക്കുവിൻ്റെ ഫുഡും വന്നു. അവൾ ഫുഡെല്ലാം കഴിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ എല്ലാവരും റൂമിലേക്ക് വന്നിട്ട് അവിടെ കേട്ടൻ എടുത്ത് നോക്കുമ്പോഴാണ് അവിടുത്തെ വ്യൂ കണ്ടത്. ഫുള്ള് തണുപ്പായിരുന്നു. ആ സ്മോക്കി വ്യൂ നല്ല ഉണ്ടായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ സംസാരിച്ചു. അപ്പോൾ ആൻറ്റി ഒരു ഹായ് തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇവിടെ ഹായ് കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെ അച്ചു വാട്ടർ ബോട്ടിൽസ് എല്ലാം എടുത്ത് വെച്ചുകൊണ്ടായി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു. കുറേ ഫോട്ടോസ് ക്ലിക്കാക്കി. അങ്ങനെ എല്ലാവരും അവിടുന്ന് വേക്കൻ്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ട് ഫോട്ടോസ്, വീഡിയോസ് എല്ലാം എടുത്ത് ഞങ്ങൾ റൂം വേക്കറ്റ് ആക്കുകയാണ്. എല്ലാ സാധനങ്ങളും എടുത്തിട്ട് എല്ലാവരും ഓരോരോ ലഗേജ് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇറങ്ങുകയാണ്.
യാ ബൈ ബൈ റൂം. അങ്ങനെ നമ്മൾ ലോഡ്ജിലേക്ക് ഒരു ടാറ്റ ബൈ ബൈ എല്ലാം കൊടുത്തു. എല്ലാവരും കാറിലേക്ക് പോയി. സോ ഇനി നെക്സ്റ്റ് എവിടെ പോവും, എന്താ പ്ലാൻ എന്നെല്ലാം മുന്നോട്ട് കാണാം. ലഗേജ് എല്ലാം കാറിൽ വെച്ചു. ലോഡ്ജിനെല്ലാം ഒരു ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞു. നമ്മൾ കൊല്ലൂരിന്ന് ശ്രീകൃഷ്ണ ടെമ്പിൾ ഉടുപ്പിയിൽ നമ്മൾ പോവുക. ഇനി നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിലേക്ക് പോവുകയാണ്. ആൻഡ് ഇന്നലെ വരുമ്പോൾ അച്ചു ഏതോ ബാഗ് നോക്കിയിട്ടുണ്ടായി, അത് വേണം പറഞ്ഞിട്ടുണ്ടായി. ഇന്നലെ ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല. സോ ഇന്ന് പോകുന്ന വഴിക്ക് അത് മേടിച്ചിട്ട് വേണം പോവാൻ. സോ വിൽ സി ഗൈസ്. സോ ആ ബാഗിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചു. അവിടെ വന്നു. മമ്മ ഒരു ബാഗ് എടുത്തു, അച്ചു ഒരു ബാഗ് എടുത്തു. ആൻഡ് അവിടെ ഷോപ്പ് കീപ്പർ നല്ല കോപ്പറേറ്റ് ആക്കുന്നുണ്ടായി. അവർ ഇത് ബാഗ് ഇത്ര എമൗണ്ട് ഇത്ര പ്രൈസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടായി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കടേൻ്റെ മേലെ ഒരു കുരങ്ങുണ്ടായി. അങ്ങനെ കുറേ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ ഉടുപ്പി റീച്ചായി. ഉടുപ്പി റീച്ചായതും നല്ല മഴ ഉണ്ടായി. കറക്റ്റായിട്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. പിന്നെ ഞങ്ങൾ ഓൾമോസ്റ്റ് കാറിൽ തന്നെ ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. എന്നിട്ടാണ് മഴ കുറച്ച് കുറഞ്ഞത്. അത് കഴിഞ്ഞ് എല്ലാവരും അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെയും നല്ല റഷ് ഉണ്ടായി. ഈ വ്യൂ സൂപ്പറായിട്ടുണ്ടായി. അവിടെ 2 ഡക്കും ഉണ്ടായി. പിന്നെ ഇതെല്ലാം വിറക് ഫുള്ളിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം എന്താ ഏതാ ഒന്നും ഞങ്ങൾക്കറിയില്ല. ആർക്കെങ്കിലും എന്തിനാ ഇങ്ങനെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഇതിൻ്റെ സ്റ്റോറി അറിയുന്നുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ആക്കൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഉള്ളിൽ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സൈഡിൽ ഷോപ്സ് എല്ലാം ഉണ്ടായി. ഇതെന്താണെന്നും എനിക്കറിയില്ല. എല്ലാം ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇവിടെ മമ്മിയും ചന്ദ്രേൻ്റെയും എനിക്ക് കാണിച്ചിട്ട് ഇത് നല്ലതുണ്ടല്ലേ, നോക്ക് വീഡിയോ ക്യാപ്ചർ ചാക്ക് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ദർശനമെല്ലാം കഴിഞ്ഞു. അവിടെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം അവിടെ അലൗഡ് അല്ലായിരുന്നു ഫോണ്. പിന്നെ ഇവിടെ ഷോപ്പിൽ കുറേ സ്കൾപ്ചേഴ്സ് എല്ലാം ഉണ്ടായി. ഓരോന്നും അത്ര നല്ലതുണ്ടായി കാണാനെല്ലാം. ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിളിന് ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. പക്ഷേ ഈ ഉടുപ്പി ശ്രീകൃഷ്ണ ടെമ്പിൾ എന്ന് പറയുന്നതിനേക്കാളും ഇത് കനക്കന കിണ്ടി എന്ന് പറഞ്ഞ പേരിലാണ് ഇത് അറിയപ്പെടുന്നുള്ളത്. അതല്ലാണ്ട് സ്കൂൾ ഡേയ്സിൽ എനിക്ക് പഠിച്ച ഓർമ്മ എന്താണെന്ന് പറഞ്ഞാൽ, പണ്ട് കനകദാസർ ഇവിടെ ടെമ്പിളിലേക്ക് വന്നപ്പോൾ കനകദാസർ വേറെ ജാതിയാണ്, അവരുടെ ജാതി കീഴ് ജാതിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തേക്ക് കയറാൻ അവർക്ക് പെർമിഷൻ കൊടുക്കില്ല. അപ്പോൾ അവിടുത്തെ കൃഷ്ണൻ്റെ വിഗ്രഹം കനകദാസറിൻ്റെ ഭക്തി വിശ്വാസം ഇതെല്ലാം കണ്ടിട്ട് വിഗ്രഹം തന്നെ തിരിഞ്ഞിട്ട് കനകദാസർ ഉണ്ടായ സ്ഥലത്തേക്ക് ദർശനം കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ഇപ്പോഴും നമ്മളവിടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് തിരിഞ്ഞു നിന്ന കൃഷ്ണനെയാണ്. സോ ഇതിൻ്റെ സ്റ്റോറി എനിക്കറിയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ കറക്റ്റായിട്ട് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ആക്കൂ. ടെമ്പിളെല്ലാം സൂപ്പറായിട്ടുണ്ടായി. പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുടങ്ങിയ മഴ വിട്ടിട്ടേ ഇല്ല ഗൈസ്. മഴ തന്നെ ആയിരുന്നു. അമ്പലമെല്ലാം സൂപ്പറായിട്ടുണ്ടായി. പിന്നെ അവിടെ ഷോപ്സ് ഉണ്ടായി, കുറേ സ്കൾപ്ചേഴ്സ് എല്ലാം ഉണ്ടായി, കീ പഞ്ചസ് ഉണ്ടായി, ബാഗ് ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ അവിടെ അതെല്ലാം നോക്കാൻ വേണ്ടി കയറി. അങ്ങനെ എല്ലാം നോക്കി. പക്ഷേ ഞങ്ങളൊന്നും പർച്ചേസ് ഒന്നും ആക്കിയിട്ടില്ല. അങ്ങനെ ഇറ്റ് വാസ് ഓൾ അറേഞ്ച്ഡ് വെരി ഗുഡ്. എല്ലാം നീറ്റായിട്ട് ഓരോന്ന് അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ടായി. കാണാൻ നല്ല രസമുണ്ടായി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകൽ തന്നെ, എവിടെയും പോകലൊന്നുമില്ല. ബിക്കോസ് ഫുള്ള് മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക്കും നല്ലോണം ഉണ്ടായിനി. മാംഗ്ലൂരിൽ ഞങ്ങൾ കുറേ ഒരു ഹാഫ് ആൻ അവർ ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടായി. ഫുൾ ട്രാഫിക്കായിരുന്നു, ഫുൾ ബ്ലോക്കായിരുന്നു, മൂവേ ആവുന്നുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ആഫ്റ്റർനൂൺ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുക ഗൈസ്. എല്ലാവരും ഫുഡിന് വെയിറ്റ് ആക്കിയിട്ട് ബോറാവണ്ട പറഞ്ഞിട്ട് ഞാനിവിടെ കിടന്ന് ബോട്ടിൽ അറേഞ്ച് ആക്കിക്കൊണ്ട് ഇവിടെ സർക്കസ് ആക്കുകയാണ്.
എൻ്റെ സർക്കസിൻ്റെ അടുക്ക് അവിടെ ചിക്കു പറഞ്ഞുകൊണ്ട് ഈ ബോട്ടിലൊന്നും നിൽക്കൂല, വെറുതെ അവിടെ വെക്കേണ്ടെന്ന്. അവിടെ എല്ലാവരും എന്നെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ഈ നെവർ ഗിവ് അപ്പ് ഗൈസ്. അങ്ങനെ കുറേ ട്രൈ ആക്കിയിട്ട് ഫൈനലി ഞാൻ ബോട്ടിൽ നിർത്തി. അതിൻ്റെ സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടുള്ളത്. അങ്ങനെ എൻ്റെ സാഹസം എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് ഫുഡ് വന്നു. അങ്ങനെ അവരുടെ ടേബിൾക്കെല്ലാം ഫുഡ് കിട്ടി. ഞങ്ങളുടെ ടേബിളിലേക്ക് സെർവ് ആക്കിക്കൊണ്ട് തോരൻ ഉണ്ടായി, ചമ്മന്തി ഉണ്ടായി, വറവ് ഉണ്ടായി, പിന്നെ മാങ്ങ എന്തോ ഉപ്പിലിട്ടതെന്തോ ഉണ്ടായി, പിന്നെ പായസം ഉണ്ടായി. ഫുഡെല്ലാം നല്ല ഉണ്ടായി. അങ്ങനെ ചോറിന് വെയിറ്റ് ആക്കിക്കൊണ്ടിരിക്കുക. ചന്ദ്രേൻ്റെ എക്സ്പ്രഷനിലുണ്ട് ഫുഡ് നല്ലതുണ്ട് പറഞ്ഞിട്ട്. അവർ ഫുഡെല്ലാം സെർവ് ആക്കി തന്നു. അപ്പോൾ ചന്ദ്രേൻ്റെ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയാണ് തിന്നേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. പിന്നെ കറി വന്നിട്ടുണ്ടായിട്ടില്ല, സോ കറിക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കറി വന്നു, ഫുഡ് എല്ലാവരും കഴിച്ചു. ഓവറോൾ ഇറ്റ് വാസ് സോ ഗുഡ്. ഫുഡ് നല്ല ഉണ്ടായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് അത്ര വീഡിയോസൊന്നും എടുത്തിട്ടില്ല, എല്ലാവരും ഫുള്ള് കടന്നിട്ടുണ്ടായി. ഇപ്പോൾ നമ്മൾ കൂർഗ് റീച്ച് ആയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വരുന്ന വഴിക്ക് അമ്മേൻ്റെ കടയിൽ കയറി, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആൻറ്റിക്ക് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞു ഗൈസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.